Good afternoon. Good afternoon. 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 Good afternoon. Afternoon. വാവയുടെ പേരെന്താ? Pizza. നല്ല പേരാട്ടോ. ക്ലാസ് കട്ടായോ? നോ ഐഡിയ. സ്റ്റാർട്ടായിട്ടില്ല തോന്നുന്നുണ്ട്. എല്ലാരും ജോയിൻ ആവാൻ വെയിറ്റ് ചെയ്യോന്ന് അറിയില്ല. അല്ലാതെ ലെഫ്റ്റ് ആയി. ഐ മീൻ അവരെ ഗ്രൂപ്പ് തന്നെ ക്ലാസ് റൂം തന്നെ ലെഫ്റ്റ് ആയി. ഇല്ല, ഉണ്ട് ശരിയാണല്ലോ. Dad. ക്ലാസ് ഉണ്ട് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യ. ക്ലാസ് ഉണ്ട്. Dad.
ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. കുറച്ച് ലേറ്റ് ആയിട്ടോ നമ്മുടെ ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് വേഗം ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. പ്രയർ ചെയ്യാം വേഗം തന്നെ. ആരാ പ്രയർ ചെയ്യുന്നേ? ധന്യാണോ? അതെ. ഓക്കെ, ചെയ്തോളൂ. അനുദിനം ഞങ്ങളെ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേയൻ പ്രണാമം. അനുദിനം ഞങ്ങളെ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേയൻ പ്രണാമം. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും നന്മയായി ഉണ്മയായി നീ അണയൂ. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും നന്മയായി ഉണ്മയായി നീ അണയൂ. കണ്ണിന് കനവായി കാലിന് കുളിരായി ഉള്ളിലെ ഉണർവായി നീ തെളിയൂ. കണ്ണിന് കനവായി കാലിന് കുളിരായി ഉള്ളിലെ ഉണർവായി നീ തെളിയൂ. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേയൻ പ്രണാമം. അനുപമ ജ്യോതിസേയൻ പ്രണാമം. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. Then sign in ആരാണ്? ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് സൈൻ ഇൻ? സൈൻ ഇൻ ചെയ്യാൻ ആരാണ് റെഡി ആയിട്ടുള്ളത്? സൈൻ ഇൻ അഞ്ജനയാണ് മാം. അഞ്ജന വന്നിട്ടില്ലേ? അഞ്ജന, ഓക്കെ, വേറെ ആരെങ്കിലും ചെയ്യാമോ ഒന്ന്? ആരും റെഡി അല്ല ചെയ്യാനായിട്ട്? മിസ്സേ, ഞാൻ ചെയ്യാം. ഓക്കെ. Good afternoon all. First of all, I would like to welcome our teacher Ashwini ma'am to the class session. I especially welcome all of you. Thank you for your joining us here today's class. Get ready for the memorable time and get experience. Thank you. Okay. Then thought of the day? Silshanam sir. Okay. Correct. Education is the most powerful weapon which you can use to change the world. Nelson Mandela. Thank you. Okay. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഒരു ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ. അതെ, കുറച്ച് പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ? പറഞ്ഞു തുടങ്ങിയോ? ആദ്യത്തെ പറഞ്ഞു ഒന്ന് പറഞ്ഞു തോന്നുന്നു അല്ലേ? ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യേ. ഞാനൊന്ന് വീഡിയോ ഓഡിയോ ഒന്ന് ഓഫ് ആക്കുവാണ്. അതൊന്ന് ഞാൻ പ്രസന്റ് ചെയ്യട്ടെ കേട്ടോ. ആ ഒരു ക്ലിപ്പ് ഒന്ന് പ്രസന്റ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ.
ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്റ്റേജ്, അതായത് ബർത്ത് ടു 5 months വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ബർത്ത് ടു 5 months വരെയുള്ള കാര്യങ്ങൾ ഒന്ന് റിമൈൻഡ് ചെയ്തേ. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഓർമ്മയില്ലേ? മാം അതിന്റെ ജസ്റ്റ് 1 point, അതിന്റെ ബേബി എങ്ങനെ ഇതാക്കുന്ന അത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടു മാം. ഫുൾ പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? മാം. അപ്പോ എന്താ പറയാ, കൂസ് എന്ന് പറയുന്ന, അതായത് അങ്കിത കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ, കുഞ്ഞിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ സന്തോഷം വരുമ്പോഴും അതുപോലെ തന്നെ സങ്കടം വരുമ്പോഴും കുഞ്ഞ് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ചിരിക്കുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും എന്താ പറയാ, പാരന്റ്സ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന് ഇതായിട്ട്, അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ, ഇപ്പോ ചിരിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ കുഞ്ഞ് ചിരിക്കുന്നു, അതുപോലെ തന്നെ കരയിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ കുഞ്ഞ് കരയുന്നു. അങ്ങനെയുള്ള ആക്ഷൻസ് ഒക്കെ കാണിക്കാനുള്ള ഒരു പ്രായമാണെന്ത്, ഈ പറയുന്ന ബർത്ത് ടു 5 months എന്ന് പറയുന്നത്. പിന്നെ പാരന്റ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ കുഞ്ഞ് ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങണം. പറയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്, അങ്കിതയ്ക്ക് അറിയാൻ പറ്റുന്നതാണ് അല്ലെ? അതായത് അങ്കിത ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുമ്പോൾ കുഞ്ഞത് നോക്കി എന്തെങ്കിലും തരത്തിലുള്ള സൗണ്ട്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്റ്റേജിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതുള്ളൂ കേട്ടോ. ഇത്രയുമാണ് പറയുന്നത്. കൂസ് എന്ന് പറയുന്ന ശബ്ദം. പിന്നെ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും വ്യത്യസ്തമായിട്ടാണ് ശബ്ദിക്കുന്നത്. ചിരിക്കുന്നു കുഞ്ഞ്, കരച്ചിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവര്, ഫാമിലി മെമ്പേഴ്സും പാരന്റ്സും തമ്മിലൊക്കെ സംസാരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാനും തുടങ്ങുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് 6 to 11 months ആണ്. നിങ്ങള് സ്ലൈഡ് കാണുന്നില്ലേ? സ്ക്രീനിൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഒന്ന് സ്ലൈഡ് ഡൗൺ ചെയ്യാമോ? 0 to 5 months ജസ്റ്റ് പോയിന്റ് ചെയ്താന് വേണമായിട്ട്. 0 to 5 അല്ലേ? നോക്കട്ടെ, കാണാൻ പറ്റുന്നുണ്ടോ? എഴുതിയെടുത്തോളൂ കേട്ടോ. എഴുതി കഴിഞ്ഞെങ്കിൽ പറയാ. ഓക്കെ, ദെൻ അടുത്തതാണ് 6 to 11 months. ഒരാൾ ഒന്നത് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഇവിടെ 6 മാസം തുടങ്ങി 11 മാസം വരെയുള്ള ആ സ്റ്റേജിനുള്ളിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് ആ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് പറയുന്നത് അതിനകത്ത്? It refers months 6 to 11 months babies try to understand our language, like they talking about baba, mama. It's their first language, like mama, dada. Then trying to repeat your sound. Then how we talk, like നമ്മ എങ്ങനെ സംസാരിക്കൂ അതിനെ ട്രൈ ചെയ്യാൻ നോക്കൂ. ജസ്റ്റ് അതിന്റെ ആദ്യത്തെ ലാംഗ്വേജ് ആയെങ്കിൽ വേർഡ് ബാ പോ അങ്ങനെ തുടങ്ങൂന്ന് അതില്
എക്സ്പ്ലെയിൻ ഇല്ലത് മാം. ഞാൻ അങ്ങനെ വിചാരിച്ചു. ഇനി വേറെ ആർക്കെങ്കിലും പറയാമോ? ഷോനിമ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഷോനിമ. മാം എന്തായിരുന്നു ഞാൻ കേട്ടില്ലായിരുന്നു ഇവിടെ ഡെലിവറി ബോയ് വന്നിട്ട്. ഓക്കെ, 6 to 11 months തുടങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് ആ ടേബിളിൽ സെക്കൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഞാൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ മാം. ആ 6 to 11 months സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് തുടങ്ങും. മീൻസ് ബൈ ആക്ഷൻസ് ഗസ്റ്റേഴ്സ് എല്ലാം വെച്ചിട്ട് അവര് അത് കൺവേ ചെയ്യാൻ നോക്കും. പിന്നെ മാ ഡ ഇതൊക്കെ ആയിരിക്കും അവർക്ക് ആദ്യം പറയാൻ പറ്റുന്ന വേർഡ്സ്. വിതൗട്ട് മീനിങ് അവരിങ്ങനെ സംസാരിക്കും. പിന്നെ സംസാരിക്കുന്ന സമയത്ത് ഈ ബബിൾസ് വരിക. അവരെ നാവും ഈ ടങ്ങും ഇതും തമ്മിലുള്ള ഒരു സിങ്ക് ആവാനുള്ള ഇതുകൊണ്ട് അവർക്ക് ഈ തുപ്പല് പോലെ അങ്ങനെ ഇങ്ങനെ വരും. എൻ്റെ മോനൊക്കെ നല്ല ഇതായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇങ്ങനെ ഡ്രസ്സ് മാറ്റിക്കൊണ്ട് നിൽക്കണം ആ സമയത്ത്. ഭയങ്കരമായിട്ട് നനയും. കളിക്കുന്ന സമയത്തായാലും ഇങ്ങനെ ബബിൾ ഉണ്ടാക്കുക. അവർക്ക് അതൊരു ഫൺ ടൈം ആയിരിക്കും. അതുകൊണ്ട് അതൊക്കെയാണ് എനിക്ക് മനസ്സിലായത് മാം. മനസ്സിലായത്. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പറയാനായിട്ട്. ഇത് കൂടാതെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തും പറയാൻ പറ്റും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. പറയാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്ന്. മിണ്ടാതിരിക്കരുത് കേട്ടോ, പറയാ. 6 to 11 months ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെക്കാൾ പുറമെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. രമ്യ രജീഷ്. എന്താണ് രമ്യ വായിച്ചിട്ട് മനസ്സിലായത്? അവർക്ക് വേണ്ട അങ്ങനത്തെ പറയാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങും. പിന്നെ ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കിയിട്ട് ഗർ അങ്ങനത്തെ സൗണ്ടൊക്കെ ചെയ്യാൻ തുടങ്ങും. പിന്നെ മാ എന്നൊക്കെ വിളിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കുറെ ആക്ഷൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഓരോന്ന് കാണിക്കാനൊക്കെ തുടങ്ങും. അത് വേണം ഇത് വേണം എന്നൊക്കെ കാണിക്കണ പോലെ ആക്ഷൻസ് ഒക്കെ ചെയ്യും. പിന്നെ നമ്മള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശക്ക് ഓരോ വേർഡ്സ് പറയുമ്പോ അത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ നോക്കും. പിന്നെ നല്ല വാശി കരച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ ഓരോ ഫസ്റ്റ് അമ്മ അച്ഛൻ അതൊക്കെ പറയാൻ തുടങ്ങും. ചേച്ചി ഏട്ടൻ അങ്ങനൊക്കെ. പിന്നെ അത്രേ ഉള്ളു ടീച്ചർ. അത്രയാണ് മനസ്സിലായത്. ഓക്കെ, വേറെ ആരെങ്കിലും പറയാൻ? 6 to 11 month നമുക്ക് അവര് സ്ക്രോളിങ് സിറ്റിംഗ് അത് തുടങ്ങും മാം. മീൻസ് ഇരിക്കാന് നടക്കാന്. അപ്പൊ നടക്കാനാകുമ്പോക്ക് ആളെ വിളിക്കാന് തുടങ്ങും. അവര് മീൻസ് അവർക്ക് പറയാൻ അറിഞ്ഞില്ലെങ്കിൽ കൈ കാലുണ്ടായും കാണിച്ചിട്ട് എണിക്കാന് ഇരിക്കാന് കാണിച്ചിട്ട് തരും. മീൻസ് ഇപ്പൊ എന്റെ മോള് അതന്നെ ചെയ്യല്. മീൻസ് ഫുൾ ബാക്ക് പൊന്തിച്ചിട്ട് ആദ്യം കരച്ചിൽ സ്റ്റാർട്ട് ആക്കും. എനക്ക് ഇരിക്കണവും പറയുന്ന ആ മീൻസ് സന്തോഷത്തില് കരച്ചിൽ. ആ കരച്ചിലും നമുക്ക് കേൾക്കാൻ കഴിയാ. ബട്ട് അത്ര വാശി പിടിക്കും ഇരിക്കാന് വേണായിട്ട്. ഇപ്പൊ 6 month ആവാനി വന്നു. ഇരിക്കും, സ്ക്രോൾ ചെയ്യും. അത് ഈ 6 to 11 month തുടങ്ങും. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നുണ്ട്, ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡ്സ് നോ. അതായത് വേണ്ട എന്നവര് മനസ്സിലാക്കും. ഇപ്പൊ നമ്മള്
ഇവിടെ പറയുന്നത് നോ നോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുമ്പോൾ, ഇപ്പൊ കുറുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുട്ടിക്ക് വേണ്ട എന്നാണെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ആക്ഷൻസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഒരു പാല് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്, ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന ഒരു പ്രായമാണല്ലോ 6 to 11 months എന്ന് പറയുന്നത്. അത് കൊടുക്കുമ്പോൾ വായിൽ വെക്കുമ്പോൾ തന്നെ അത് തട്ടിക്കളയാനുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ളൊരു പ്രവണത, ആ ഒരു ടെൻഡൻസിയൊക്കെ കുഞ്ഞ് കാണിക്കുന്ന ഒരു സമയമാണത് ഈ ഒരു 6 to 11 months എന്ന് പറയുന്നത്. കാണിക്കാറുണ്ടോ കുഞ്ഞ് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കൊടുക്കുമ്പോഴെങ്കിൽ ഇതാ കാണിക്കാറുണ്ടോ? യെസ് മാം. ഫീഡ് ചെയ്യുന്ന ടൈം, ഇപ്പൊ കളിക്കുന്ന ടൈം ആയാലോ, അപ്പൊ ഫീഡ് ചെയ്യാൻ ഞാൻ സമയം വെച്ചിട്ട് ഫീഡ് ചെയ്യാൻ പോകും. ബറ്റ് വേണ്ട, തല അങ്ങോട്ട് ഇങ്ങോട്ടാക്കും, വേണ്ട ഇല്ല ബായില് സൗണ്ട് എടുക്കും, അങ്ങനെ ആക്കും. മീൻസ് നോ പറയാനായിരുന്നില്ല. ആ ബബിൾസ് ഷോനിമ പറഞ്ഞ മാതിരി ബബിൾസ് എടുത്തിട്ട് ബബിൾസിനെ പുറത്താക്കിയിട്ട് ഫുൾ ഹെഡ് ഷേക്ക് ആക്കും, വേണ്ട വേണ്ട അങ്ങനെ തുടങ്ങിയിട്ട്. മാം ഞാനൊരു വീഡിയോ കാണിച്ചോട്ടെ? കാണിച്ചോളൂ. മോന്റെ ഒരു പഴയ വീഡിയോ ആണ്, ഞാനത് തപ്പുമായിരുന്നു. പിന്നെ ആരെങ്കിലും കൂട്ടാനി വരുമ്പോക്കെ അവള് അടുക്ക വന്നിട്ട് കൈ പൊന്തിക്കും, എല്ലാരും ഇപ്പൊ ഇടാ. അപ്പൊ ആദ്യം ഹെഡ് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യും അവള്. പിന്നെ ബാക്കോട്ട്ന്ന് കൈ കൊണ്ട് വേണ്ടാന്ന് കാണിക്കും, കൈ കൊണ്ട് വായി കാണിക്കുന്ന മാതിരി വേണ്ട. കാണുന്നുണ്ട് കാണുന്നുണ്ട്. അവനിങ്ങനെ ട്രൈ ചെയ്യണം അമ്മന്ന് പറഞ്ഞു. അമ്മ അമ്മ ഇങ്ങനെയായിരുന്നു, ഫുള്ള് ഇങ്ങനെ ഒലിപ്പിച്ചോണ്ടിരിക്കും. മൈ പ്ലഷർ മാം. ഞാൻ തപ്പുമായിരുന്നു, ആ വീഡിയോ എവിടെയോ ഉണ്ടല്ലോ. അതാണ് ചെയ്യുന്നത് അതിനകത്ത് ആ വീഡിയോയിൽ. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും കണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്തതാണ് സേസ് മാമ ഓർ ഡാഡ വിത്തൗട്ട് മീനിങ്. അതായത് അവര് അവരുടെ ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് വേർഡ് അവര് എന്താ പറയാ പറയാനായിട്ട് തുടങ്ങുന്നു. മാമ ഓർ ഡാഡ അല്ലെ? അതായത് അവർക്ക് അറിയില്ല, വിത്തൗട്ട് മീനിങ് അവർക്ക് അറിയില്ല അച്ഛൻ അല്ലെങ്കിൽ മാമ എന്ന് പറയുന്നത് ആരാണ്, അല്ലെങ്കിൽ പാപ്പ, ഡാഡ, അതിന് ആ ഒരു മീനിങ്ങിന്, അതായത് അതിന് അർത്ഥമുണ്ടോ, അതിന് അർത്ഥവത്തായിട്ടാണോ കുട്ടി അത് ഉപയോഗിക്കുന്നത്, അതൊന്നും കുഞ്ഞിന് അറിയില്ല. പക്ഷെ അവർക്ക് ഏതൊരു കുഞ്ഞായാലും അവർ ജനിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളാണെന്ത്, മാമ അല്ലെങ്കിൽ ഡാഡ എന്ന് പറയുന്നത്. വിത്തൗട്ട് മീനിങ്, മീനിങ് ഇല്ലാതെയാണ് അത് അവർ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. Then tries to communicate by actions or gestures. അതായത് മറ്റുള്ളവരുമായിട്ട് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? പല ആക്ഷൻസും പല ഗസ്റ്റേഴ്സും കാണിക്കുന്നതിലൂടെയാണ് അവർക്ക് അതായത് ഒരു സാധനം കുട്ടിക്ക് വേണം എന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള ആക്ഷൻസ് കാണിക്കും. ഓക്കെ, കൈ പൊന്തിക്കുന്നു, കണ്ണ് മേലോട്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും. അപ്പോ പല ആക്ഷൻസിലൂടെയും ഗസ്റ്റേഴ്സിലൂടെയും എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ പറയാം? അങ്കിതയോടാണ് ചോദിക്കുന്നത് കൂടുതൽ, കാരണം കുഞ്ഞുണ്ടല്ലോ എപ്പോഴും. അപ്പൊ എങ്ങനെയാണത്, അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക, ആക്ഷൻസ് ഗസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുന്നത്? അധികം അവള് ആരെങ്ക് പൊക്കി പോയാൽ മീൻസ് ഇപ്പൊ എന്റെ കൈ വിട്ടിട്ട് ആരെ കൈമ പോകുന്നില്ല. ആരെയും കൂട്ടിയപ്പോൾ ഈടെ അധികം എന്നാ മൂത്തോളോട്ട് ഹസ്ബൻഡ് ആവട്ടെ അങ്കീന്ന് വിളിക്കും. ബട്ട് അതിന്റെ ലാസ്റ്റിന് ഗീ മാത്രമേ അവക്ക് ഇപ്പൊ അറിയൂ. ഗീന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പൊ എല്ലാരും മൊത്തത്തിൽ ഇപ്പൊ എല്ലാവർക്കും അത് അങ്ങനെ തുടങ്ങി കരച്ചല്ലേന്ന്, ഗീ വിളിക്കുന്നുണ്ട്, വാന്ന് പറയും എല്ലാരും മൊത്തത്തില്.
പിന്നെ ചേച്ചിനെ ചീച്ചാന്ന് വിളിക്കും, ചീച്ചാന്ന്. അപ്പക്ക് ചീ പിന്നെ ചാ 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 വാന്ന് ചാനെ വിളിക്കും. ചീച്ചനെ ചീ അങ്ങനെ പറഞ്ഞിട്ട് അവളെ വിളിക്കും. ഇല്ലെങ്കിൽ അത് നിമ്മ പറഞ്ഞ മാതിരി ഡാഡാ മാമ, ഡാഡാന ഡാ ഡാ വാ അങ്ങനെ വിളിക്കും ഇപ്പൊ. പിന്നെ ആള് വരുന്ന ആരെങ്കിലും വരുന്ന സൗണ്ട് കേൾക്കുമ്പോ തന്നെ വാതിലടക്ക നോക്കി നിക്കും, തല പൊന്ന് വെച്ചിട്ട്. അതിപ്പോ ഒരു എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇപ്പം മീൻസ് ഫസ്റ്റിന്റെ മോള് 7 years ഗ്യാപ്പ്, പിന്നെ അവള് ഫുൾ അവോയ്ഡ് ചെയ്തു. എല്ലാം അവളെ കാര്യം കൊറേ വൈകിട്ടായതുകൊണ്ട് നമുക്ക് അവളത് ഏതും ഓർമ്മയില്ല. ആദ്യത്തെ അവളത് മുണ്ടന് വേഗം പഠിച്ചിട്ടുണ്ട്. 9 months ആകുമ്പോ അവള് മുണ്ടൻ തുടങ്ങിയതുകൊണ്ട് അവളത് അത്ര ഏതും ഓർമ്മയില്ല. ബട്ട് ഇവളതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ മന്തിൽ എന്താണോ അത് അവളെ കാര്യം ആന്നതുകൊണ്ട് ഇപ്പൊ എല്ലാം ഓർമ്മ വെച്ചിട്ടുള്ളത്. എത്രയും ആൾക്കാർ അടുത്ത് വന്നൂടെ അവക്ക്. ഈ മൂന്നാള്, അവളെ ചീച്ച, ഡാഡ, മമ്മ, ഈ മൂന്നാളെ ഇളക്കിയിട്ട് വേറെ ആള് വരുമ്പോക്ക് ഒച്ച വെച്ചിട്ട് കൂക്കാൻ തുടങ്ങും. നെക്സ്റ്റ് വൺ ട്രൈസ് ടു റിപ്പീറ്റ് യുവർ സൗണ്ട്സ്. നിങ്ങൾ പറയുന്ന സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞ് തുടങ്ങും. കുഞ്ഞ് അതേപോലെ തന്നെ ആ സൗണ്ട് റിക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് 6 to 11 months എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് വേർഡ്, അവരുടെ ഫസ്റ്റ് വേർഡ്, ആദ്യത്തെ ഒരു വാക്ക് അവർ പറയാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് 6 to 11 months കേട്ടോ. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്തോ നിങ്ങളത്, എഴുതിയെടുത്തോ? ഓക്കെ. Then 12 to 17 months. കുഞ്ഞിന് 12 മാസം തുടങ്ങി 17 മാസം വരെയുള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ആൻസേഴ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോൺ വെർബലി. അതായത് ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വാക്കുകളില്ലാതെ ഉത്തരം നൽകും. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, നിനക്ക് ഫുഡ് വേണോന്ന് ചോദിക്കുകയാണ് കുഞ്ഞിനോട്. പാപം തരട്ടെ അല്ലെങ്കിൽ ഭക്ഷണം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് തലയാട്ടുന്നു. ഇത് നോൺ വെർബലിയാണ്, വാക്കുകൾ ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞ് തലയാട്ടുന്നത് അല്ലെ. അതുപോലെ തന്നെ എന്തെങ്കിലും പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിനോടായിട്ട് ചോദിക്കുമ്പോൾ വാക്കുകളില്ലാതെ കുഞ്ഞ് ഉത്തരം നൽകുവാണെങ്കിൽ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് 12 to 17 months ആണ്. ഓക്കെ, 12 to 17 months എന്ന് പറയുമ്പോൾ കുഞ്ഞിന് 1 വയസ്സ് തുടങ്ങി ഒരു 1.5 വയസ്സ്, ആ ഒരു പ്രായത്തിലാണ് ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുക കേട്ടോ. Then says 2-3 words to label a person or object. Pronunciation may not be clear. അതുപോലെ തന്നെ 2-3 വാക്കുകൾ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ ലേബൽ ചെയ്യാൻ 2 മുതൽ 3 വരെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ല. ഓക്കെ, നമ്മളെ പോലെ പറയുന്ന നിർബന്ധമില്ല, മറിച്ച് പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷെ അവര് ട്രൈ ചെയ്യുന്നുണ്ട്. എന്തിന്? ഇപ്പൊ ഒരു കളിപ്പാട്ടം കണ്ടാലോ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ, ഇപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ളൊരു ഒരു വ്യക്തി ആയിക്കോട്ടെ, അവര് വരുമ്പോൾ അവരെ ലേബൽ ചെയ്യാനായിട്ട്, അവരെ പറയുന്നതിന് വേണ്ടിയിട്ട് ഇതാണ്. ഇപ്പൊ ഒരു കളിപ്പാട്ടത്തിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു കളിപ്പാട്ടം കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടമാണ്. അപ്പോ നമ്മൾ ആദ്യം കുഞ്ഞിന് പറഞ്ഞു കൊടുക്കും, അല്ലെ ഇത് ഡോളാണ് അല്ലെങ്കിൽ ഇതൊരു പാവയാണ്, നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കുഞ്ഞ് എന്ത് ചെയ്യുക, ആ പേര് എടുത്ത് പറയാനായിട്ട് തുടങ്ങുക. എനിക്ക് ഡോള് വേണം, അല്ലെങ്കിൽ എനിക്ക് പാവ വേണം, കാറ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലേബൽ ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും കുറേയധികം ജീവികളുണ്ട് അല്ലെ, ആനിമൽസ്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കുറേയധികം പെറ്റ്സുകളുണ്ട്. ഇപ്പൊ ഡോഗ് ആകാം, ക്യാറ്റ് ആകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരെ ലേബൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പൊ അവരുടെ ഇപ്പൊ പൂച്ചയെ കണ്ടു കഴിഞ്ഞാല് പൂച്ച എന്നായിരിക്കില്ല കുട്ടി പറയാ, മറിച്ച് മ്യാവ് മ്യാവ് എന്ന് പറയുന്ന സൗണ്ട് ആയിരിക്കും കുട്ടി ഉണ്ടാക്കുക. ഡോഗിനെ കണ്ടു കഴിഞ്ഞാല് ഡോഗ് എന്നായിരിക്കില്ല പറയുന്നത്, അതിനെ ലേബൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബൗ 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 എന്ന് പറയുന്ന ശബ്ദമായിരിക്കാം ഉണ്ടാക്കുന്നത്. ഇത്തരത്തിലുള്ള എന്താ പറയാ സൗണ്ട്സുകൾ അല്ലെങ്കിൽ വേർഡ്സുകള് കുട്ടി പറയാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണത്. പിന്നെ പറയുന്ന കാര്യങ്ങള് ക്ലിയർ ആകണം എന്ന് യാതൊരു നിർബന്ധമില്ല, കാരണം കുഞ്ഞ് വാക്കുകൾ പറയാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ.
then tries to imitate simple words. അതായത് ഫാമിലിയിലുള്ള ആളുകള് ധാരാളം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ ചില വേർഡ്സ് എടുത്തിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും, അതേപോലെ പറയാനായിട്ട് ശ്രമിക്കും. ഓക്കെ, പിന്നെ വെക്കാബുലറി ഓഫ് 4 to 6 വേർഡ്സ്. ഇവരുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് 12 to 17 months വരെയുള്ള കുട്ടികളുടെ വെക്കാബുലറി എന്ന് പറയുന്നത് 4 തുടങ്ങി 6 വേർഡ്സ് വരെയാണ്. അതുവരെ അവർ പറയും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുട്ടികൾ ക്യാറ്റിനെയോ ഡോഗിനെയോ ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാം? കുട്ടികളിൽ പല വിധത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാകാം, പലരും പല രീതിയിലാണ് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തെടുത്ത് നോക്കിയേ നിങ്ങള്, എന്തൊക്കെ കാര്യങ്ങളിലാണ് സിമിലാരിറ്റീസ് ഉള്ളത്. പെറ്റ്സിനെയൊക്കെ വളർത്തുമ്പോൾ അവരെന്താണ് അവരെ പ്രൊനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം? ആർക്കും ഒന്നുമില്ലേ പറയാനായിട്ട്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ല? മാം പറഞ്ഞതുപോലെ പൂച്ചനെ കാണുമ്പോ ഇപ്പോ മ്യാവ് മ്യാവ്, ആ ബോബോ അതൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളത്തിന് എന്റെ മോൻ ആ സമയത്ത് പറയുന്നത് നമ്മൻ നമ്മന്നോ, അതെന്താണെന്ന് എനിക്കറിയില്ല. എന്താണ് നമ്മൻ നമ്മം? നമ്മനമ്മോ? ആ, അങ്ങനെയാ പറയാ? അത് പറഞ്ഞാ വെള്ളം വേണമെന്ന് അതിന്റെ അർത്ഥം. ഓ ഓ. എന്റെ ബ്രദറിന്റെ മോളുണ്ട് ഇപ്പോ 1.5 years ആയി. അവളും ഇതുപോലെ തന്നെ. വേറെ ഒരു കുട്ടികളും ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. അവളും സെയിം നമ്മൻ നമ്മം. നമ്മനമ്മോ അല്ലേ? ആ, അത് അവരെ എന്തെങ്കിലും കോഡാണോന്ന് അറിയില്ല. എന്റെ മോള് മിഠായിക്കായിരുന്നു അങ്ങനെ പറഞ്ഞത്. മിഠായിക്ക് നമ്മന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? അതെ. ഓക്കെ. മോന് ഇപ്പോഴും ചില വാക്കുകൾ കിട്ടുന്നില്ല. ഇപ്പൊ 5 വയസ്സായി, എന്നിട്ടും അവന് നമ്മൾ തിന്നുക എന്ന് പറയില്ലേ, കഴിക്കുക തിന്നുക എന്ന് പറയില്ലേ, അപ്പൊ അവന് താ കിട്ടില്ല, കായ കിട്ടും, കിന്നുക. പണ്ട് മീൻസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അച്ഛൻ എന്ന് പറയാൻ തുടങ്ങിയ സമയത്ത് ചാ കിട്ടില്ല, ആ സമയത്ത് തായായിരുന്നു, അത്ത എന്നായിരുന്നു വിളിക്കുക. ഇപ്പൊ ഒന്നുമില്ല, ചായയും ഇല്ല തായും ഇല്ല, ഇപ്പൊ കായായി. പിന്നെ അവന്റെ സ്കൂളിലത്തെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ സംസാരിച്ചിട്ടാന്ന് തോന്നുന്നു അവന്റെ മലയാളം ഇപ്പൊ അത്ര ശരിയല്ല. എത്ര വയസ്സായി? ഇപ്പൊ 5 വയസ്സും 8 മാസമായി. 5 വയസ്സ് 8 മാസമായി. KG 1 എന്റെ മോനെ 1.5 വയസ്സായപ്പോ അവന് JCB നല്ല ഇഷ്ടായിരുന്നു. അപ്പൊ അത് JCBനെ കണ്ട അപ്പൊ അവന് കൈകൊണ്ട് ഇങ്ങനെ വാറിന പോലെ ആക്ഷൻ കാണിച്ചിട്ട് വാ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ നോക്കുമ്പോ ആ സൈഡ് JCB ഉണ്ടാവും. അപ്പൊ JCBനെ കാണുമ്പോ അവൻ അങ്ങനെ ആക്ഷൻ കാണിച്ചിട്ടൊക്കെ അന്ന് കാണിക്കണ്ടായിരുന്നു. അതേപോലെ വീഴും അങ്ങനൊക്കെ പറയുമ്പോ അവന് ബിയും അങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നു. നെക്സ്റ്റ് വൺ 18 to 23 months ആണ് കേട്ടോ. ഒരാൾ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. to 23 months. Vocabulary of 50 words. Pronunciation is often unclear. Ask for common foods by name. Makes animal sounds such as moo. Starting to combine words such as more milk. Begins to use pronouns such as mine. Uses two words phrases. എന്താ മനസ്സിലായത് രമ്യ? ആ ടൈം ഒരു 50 വേർഡ്സ് എങ്കിലും പറയാൻ വെക്കും, പക്ഷെ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആയിരിക്കില്ല. പിന്നെ
ചില ഫുഡ്സ് ഒക്കെ ചോദിക്കാൻ തുടങ്ങും. പിന്നെ അനിമൽസിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. ഇങ്ങനെ പശുവിന്റെ മൂ മിയാവ് അങ്ങനൊക്കെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ പിന്നെ ചില വേർഡ്സ് ഒക്കെ എന്റെ ഇത് എന്നൊക്കെ പറയാൻ തുടങ്ങും. പിന്നെ 2 വേർഡ്സ് ഒക്കെയാണ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ അവരുടെ വെക്കാബുലറി എന്ന് പറയുന്നത് 50 വേർഡ്സ് ആണ്. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആകണം എന്നില്ല. പിന്നെ അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഫുഡുകൾ അതൊക്കെ അവർ പേരെടുത്ത് ചോദിക്കാനായിട്ട് തുടങ്ങും. അവർക്ക് കൊടുക്കുന്ന സാധാരണ ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, ചോറാകാം, അല്ലെങ്കിൽ എന്താ പറയാ കുറുക്കാകാം. അതുപോലെ തന്നെ കുറുക്ക് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞല്ലോ. എന്നാലും കൊടുക്കാറുണ്ട് ചില അമ്മമാർ ഇപ്പോഴും ഈ ഒരു സ്റ്റേജിലും. പിന്നെ ഫ്രൂട്ട്സ് ആകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേരെടുത്ത് ചോദിക്കുന്നു. എനിക്കത് വേണം അമ്മേ, എനിക്ക് പാപ്പം വേണം, എനിക്ക് പഴം വേണം, എനിക്ക് പാല് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മളോട് വന്ന് ചോദിക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണിത് ഈ ഒരു 18 to 23 months എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അനിമൽ സൗണ്ട്സ് അവര് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു. മൂ പോലുള്ള എന്താ പറയാ, ഇപ്പോ ക്യാറ്റിന് പറയുന്നല്ലോ മൂ, പൗ, അങ്ങനെയുള്ള അനിമൽ സൗണ്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവര് തനിയെ അത് പറയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ 2 വേർഡുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് മോർ മിൽക്ക്. എനിക്ക് പാല് വേണം, കൂടുതൽ പാല് വേണം എന്നുള്ളത്. അപ്പോ ഒരു വേർഡിന് പകരം പാൽ എന്നതിന് പകരം ഒരു വേർഡും കൂടി ഇവിടെ ചേർത്ത് 2 വേർഡ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് അവര് പറയാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണിത് ഈ ഒരു 18 to 23 months എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് മാം ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ ഒരു സമയത്ത് അവരെ പേര് അവർക്ക് മനസ്സിലാവും ഇതാണ് എന്റെ പേര്. അപ്പൊ എല്ലാത്തിന്റെ കൂടവും ചിലപ്പോ പേര് പറയും. ഇങ്ങനെ ഇപ്പൊ എന്റെ മോന്റെ പേര് അയാൻ, അപ്പൊ ആയു എന്ന് വിളിക്കും. അപ്പൊ ആയുവിന് ഇത് വേണം, ആയുവിന് അത് വേണം. അത് വേണം, അതെല്ലാം എനിക്ക് തോന്നുന്നു യുദ്ധം എല്ലാ കുട്ടികളും പറയാറുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, പേര് എടുത്ത് കൂടി അവരാവശ്യപ്പെടുന്ന കാര്യം കൂടി ചേർത്തിട്ട് പറയും. ബട്ട് എന്റെ മോൾ അവള് പേര് പറയുന്നുണ്ടായിട്ടാ, അവക്ക് പേര് വിളിക്കലില്ല. ഞാൻ അധികം ഹസ്ബൻഡിനെ ഹബി അബി വിളിക്കുന്നതുകൊണ്ട് ഹബി തന്നെ ആയിട്ടുണ്ടായി. അബി പോയിട്ട് അത് അബി എന്നായിട്ട്, അബിക്ക് അത് വേണം, അബിക്ക് ഇത് വേണം, അങ്ങനെ അവള് അബിന്ന് വിചാരിച്ചു. സ്റ്റിൽ ഇപ്പോഴും ഡാഡാന്ന് വിളിക്കലില്ല, അബിന്നെ വിളിക്കും. അച്ഛനെ അബിന്നെ വിളിക്കുന്നുണ്ട്. അതന്നെ ഇപ്പൊ ചെറിയവക്കും പഠിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഡോണ്ട് കോൾ ഡാഡാ, അബി, ഈസ് അബി എന്ന് പറയുവോള്. അടുത്തത് ബിഗിൻസ് ടു യൂസ് പ്രൊനൗൺസ് സച്ച് ആസ് മൈൻ. എന്റെ എന്നുള്ള ഒരു ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. എന്റേതാണ്. എന്തെങ്കിലും കാര്യം, ഇപ്പൊ ഒരു ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടായിക്കോട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യങ്ങളും എന്റേതാണ് എന്നുള്ള രീതിയിൽ പറയാനായിട്ട് തുടങ്ങും. ആരെങ്കിലും അവരുടെ ടോയ്സ് ഒക്കെ എടുക്കുമ്പോൾ അത് കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, എന്റെയാണ് എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർഡുകൾ പറയാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ യൂസസ് 2 word phrases, 2 word phrases തമ്മിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു 18 to 23 months എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. എഴുതിയെടുത്തോ, നോട്ട് ചെയ്തോ? Then 2 to 3 years കേട്ടോ. അനീഷ അമീർ വായിക്കാം. അനീഷ. ഹലോ, അമീഷയാണോ? അമീഷ. ഓക്കെ കേട്ടില്ല, എന്താ പറഞ്ഞേ? ഈ ഒരു ടേബിള് കാണുന്നില്ലേ? കണ്ടു. അതിനകത്ത് 2 to 3 years വരെയുള്ള കാര്യങ്ങൾ വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Okay. 2 to 3 years. Note some spatial concepts such as in or on. Knows pronouns such as you, me or her. Knows descriptive words such as big or happy.
uses 3-word sentences. Speech is becoming more accurate but may still leave off ending sounds. Strangers may not be able to understand much of what is said. Answers simple questions. Begins to use more pronouns such as you or I. Uses question inflection to ask for something such as my ball. Begin to use plurals such as shoes or socks and regular past tense verbs such as jumped. അതായത് അതായത് 2 to 3 വയസ്സിലുള്ള കുട്ടികൾ കൂടുതലും അതായത് ഇൻ ഓർ ഓൺ എന്ന വാക്ക് അറിയാൻ ശ്രമിക്കും. പിന്നെ യു, മീ ഓർ ഹെർ എന്ന് പറയാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ആയ ബിഗ് ഓർ ഹാപ്പി എന്ന് പറയും. പിന്നെ കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ പറയാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ സ്ട്രേഞ്ചേഴ്സിനെ മനസ്സിലാക്കാൻ, അതായത് വന്ന ആള് സ്ട്രേഞ്ചർ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു മറുപടികൾ പറയാതെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കും. പ്രൊണൗൺസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് എക്സാമ്പിൾ യു ഓർ ഐ, ഞാൻ അല്ലെങ്കിൽ നീ എന്നൊക്കെ പറയാൻ ശ്രമിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിക്കും. എൻ്റെ ബോൾ എവിടെ, എൻ്റെ സാധനങ്ങൾ ഷൂ സോക്സ് ഒക്കെ എവിടെയെന്ന് ചോദിക്കും. പിന്നെ ഞാൻ ചാടി, ഞാൻ ഓടി എന്നൊക്കെ പറയും. ആ ഏജ് ആണ് 2 to 3 year എന്ന് പറയുന്നത്. Know some spatial concepts such as in or on. In or on എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഉള്ളിൽ അല്ലെങ്കിൽ മുകളിൽ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കുവാണെങ്കിൽ, ഇപ്പൊ ടോയ്സ് ഒക്കെ വെക്കുവാണെങ്കിൽ അത് മേശയുടെ ഉള്ളിലാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് അവർക്ക് വരുന്നുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോ പുറത്തൊക്കെ മാവൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങ അത് മുകളിലാണ് അല്ലെങ്കിൽ എന്താ പറയാ മീതെയാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടേബിളിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ടേബിളിന്റെ മുകളിലാണ് അത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സ്പെഷ്യൽ ആശയങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുട്ടി തുടങ്ങുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ചില പ്രൊനൗണുകൾ, അതായത് നീ അല്ലെങ്കിൽ എന്റെ അല്ലെങ്കിൽ അവളുടെ അങ്ങനെയുള്ള വേർതിരിവ് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ ടോയ് ആണെങ്കിൽ അത് എന്റേതാണെന്നുള്ളൊരു തോന്നൽ കുട്ടിക്ക് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവളുടെ ആണ് അല്ലെങ്കിൽ അത് അവന്റെ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ്, അതായത് ബിഗ് ഓർ ഹാപ്പി, അതെന്താ പറയുന്നേ, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോ വലിയ കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പൊ ഒരു ആനയെ കാണിക്കുകയാണ് കുട്ടീനെ. അപ്പൊ ആനയെ എലിഫന്റിനെ കാണിച്ചു കൊടുത്താല് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വരികയാണ് അതിനെ കുറിച്ച്. ആന വലിയ ജീവിയാണ്. അപ്പൊ അതിനെ കാണുമ്പോൾ കൂടുതലായിട്ട് എക്സൈറ്റ്മെന്റ് ആയിരിക്കും കുട്ടിക്ക് ഉണ്ടാവുക. നമുക്കറിയാൻ പറ്റും, ഉത്സവപ്പാടത്തൊക്കെ നമ്മൾ കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആനനെ കാണുമ്പോൾ എല്ലാ കുട്ടികളുടെയും മുഖത്തൊരു കൗതുകമായിരിക്കും ഉണ്ടാവുക. അല്ലെ? അങ്ങനെയാണോ കുട്ടികൾക്ക് ഉണ്ടാവുക? ആണല്ലേ? അപ്പോ അതിനെ കാണുമ്പോൾ, ആ ജീവിയെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറഞ്ഞാല് ഇതൊരു വലിയ ജീവിയാണ്, ഇതിനേക്കാളും വലിയൊരു ജീവിയെ ഞാൻ കണ്ടിട്ടില്ല, ഇതിന് കറുത്ത നിറമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഉള്ള ഡിസ്ക്രിപ്ഷൻ, വിവരണം കുട്ടിക്ക് കൂടുതലായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണിത്, ഈ ഒരു 2 to 3 years എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ എന്ത് കാര്യം ഇപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം, വലിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആനയെ കണ്ട കാര്യം ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം ഉണ്ടാകും, എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അവരുടെ സ്പീച്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ്, കുറച്ചുകൂടി കൃത്യമായിട്ട് ഒരു വാക്ചാതുര്യമൊക്കെ വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ, അതായത് സ്ട്രേഞ്ചേഴ്സിന് മനസ്സിലാവണം എന്നില്ല, കുട്ടി പറയുന്ന കാര്യങ്ങൾ വീട്ടുകാർക്ക് മനസ്സിലാവാം, ഓക്കെ, അവർക്ക് ക്ലിയർ ആകാം, പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാല് അവർക്ക് എന്ത് ചെയ്യണമെന്നില്ല, ഇത് മനസ്സിലാണെന്ന് നിർബന്ധമില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ, സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുട്ടിയോട് ചോദിക്കുമ്പോൾ അതിന് കുട്ടി ആൻസർ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ, അതായത് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നു, സച്ച് ആസ് യു ഓർ ഐ
എൻജത് അല്ലെങ്കിൽ നിഞ്ചത് അങ്ങനെയുള്ള പ്രോനൗൺസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയാ, യൂസസ് ക്വസ്റ്റ്യൻസ് ഇൻഫ്ലക്ഷൻ ടു ആസ്ക് ഫോർ സംതിങ് സച്ച് ആസ് മൈ ബോയ്. ഇത് എന്റേതാണെന്ന് പറയാനുള്ള ധൈര്യം കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. Then begin to use plural such as shoes, socks and the regular past tense verb such as jumped. പിന്നെ അതുപോലെ തന്നെ ചില പ്ലൂറൽ ഫോമുകൾ ഉപയോഗിക്കുന്നു. ഷൂസ്, സോക്സ് അങ്ങനെയുള്ള, അതായത് ഒന്നിൽ കൂടുതലുള്ള കാര്യങ്ങളെ ചേർത്ത് കുട്ടി പറയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ പാസ്റ്റ് ടെൻസിലുള്ള വെർബുകൾ ഉപയോഗിക്കുന്നു. ജംപ്ഡ്, ചാടി എന്നൊക്കെയുള്ള ആ ഒരു സെന്റൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. ഇതാണ് 2 to 3 years വരെയുള്ള കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. എഴുതിയെടുത്തോ ഇത്? എഴുതിയെടുക്കട്ടോ, എഴുതിയെടുത്തിട്ട് പറയാം. മാം ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. നിമ ആനയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ എന്റെ മൂത്ത മോള് പൂച്ചനെ കണ്ടിട്ടുണ്ടാവില്ല. ഈടെ വളർത്തലേ ഇല്ല. അപ്പോ എന്റെ അനിയനുണ്ട്, അവന്റെ പേര് പ്രീത്തമ്മന്ന്. ഞമ്മ പീത്തു പീത്തു എന്ന് വിളിക്കുന്നത് അവൾ എന്താക്കി അതിനെ പൂച്ചന്നാക്കി. അത് പൂച്ച മാമ എന്നായിട്ട് പോയി. പൂച്ചമാമ പൂച്ചമാമ. ഇവിടെ ആരെയും പൂച്ച ഉണ്ടെന്ന് കാണിച്ചാല് അവൾ ആദ്യം ഓർത്തു മാമന്ന് ചോദിക്കും, പൂച്ച മാമനെ ഓർത്തു എന്ന് ചോദിക്കും. അതിപ്പോ കണ്ടിന്യൂ ആയി. അവള് പൂച്ച മാമ വിളിക്കുന്നത് പൂച്ച മാമന്നായി. അവളും പിന്നെ വന്ന പിള്ളേർ, ഇപ്പൊ ഒരു കുഞ്ഞിന്റെ 2 വയസ്സിന്റെ, അവള് അതന്നെ വിളിക്കും, പൂച്ചമ്മ അതാ പൂച്ചമ്മ. അപ്പൊ എന്താക്കും, ഞമ്മ പൂച്ച വന്നും പറഞ്ഞിട്ട് പൂച്ചനെ വായിക്കാനും പോകും. അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പത്തെ സംഭവം. പിന്നെ അങ്ങനെ ഈ കോയി, കൊക്ക അങ്ങനെ പറയും. കൊക്ക, ദായ്. അവള് വെള്ളത്തിന് പറഞ്ഞ അപ്പൊ ദായി എന്ന് പറയും. ദായ് താ ദായ്. അങ്ങനെ ഇപ്പൊ ഈ ചെറുത് ബാത്റൂം കണ്ടാലും മതി പോയി ഇഷ് എന്ന് പറയും. അവള് മൂത്തോള് ഇഷാക്കാനും പോവാ പറഞ്ഞിട്ട്, അപ്പൊ ആരും ബക്കറ്റ് പാട്ട കൊണ്ടുവന്നില്ല. ഇഷ് എന്ന് പറയും. ചെറുത് ഇഷാക്കാനും പോവാന്ന് പറഞ്ഞിട്ട് വിടും. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കന്നഡ പറയോ? മൂത്തോൾ ക്ലിയർ ആയിട്ട് കന്നഡവും തുളു ലാംഗ്വേജ് മീൻസ് മാംഗ്ലൂർ ലാംഗ്വേജ് സംസാരിക്കും. ഈ ചെറുതിലും ഉണ്ടാണി നോക്കും കന്നഡ, അധിക കന്നഡ ഇപ്പൊ സംസാരിക്കും. തുളും സംസാരിക്കും. ആരെങ്കിലും ഇവിടെ തുളുന്റെ ആൾ കിട്ടിയാൽ മതി. ഓ നിങ്ങ മംഗ്ലൂർന്നാ, ഞാൻ എനിക്ക് തുളു വെറുപ്പുണ്ടോ ചെല്ലിട്ട് തുടങ്ങും. അവിടെ തുടങ്ങിട്ട് വിടും. ഇപ്പത്തെ പിള്ളേർ അങ്ങനെ. ഞമ്മക്ക് പണ്ട് അമ്മമാര് മാമൻ, അച്ഛൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞമ്മ എന്ത് വിളിക്കും, ആന്റി വിളിക്കൂ, ഇളമ്മന്ന് വിളിക്കും. അപ്പൊ പിള്ളേര് അമ്മമ്മന്ന് വിളിക്കലില്ല. ഇപ്പൊ എന്റെ മോളങ്ങനെ. എന്റെ ഇളമ്മന അവള് അമ്മമ്മ വിളിക്കണം. ബട്ട് അവര് വിളിക്കുന്നത് ഞമ്മ എങ്ങനെ വിളിക്കും അങ്ങനെ വിളിക്കും. ഞമ്മ സാലാന്റിന്ന് വിളിക്കും. മൊത്തത്തില് 20 പിള്ളേരുണ്ട്. മീൻസ് ഞമ്മളെ ചേച്ചിന്റെ പിള്ളേർ അവരെല്ലാം കൂടിട്ട് അമ്മമ്മയുടെ അവരവരുടെ പേര് വെച്ചിട്ടേ വിളിക്കൂ. ഇളമനെ വിളിക്കും, മാമന അണ്ണാന്ന് വിളിക്കും. ഞമ്മ അണ്ണാന്ന് വിളിക്കുന്നില്ല. അപ്പൊ അവര് മാമൻ അണ്ണാന്നെ വിളിച്ചിട്ട് അങ്ങനെ പ്രൊണൗൺസ് ചെയ്യാതി. മാംക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, then അടുത്തത് 3 to 4 years. ആരാണ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക? സബന, സാദിഖ് വായിക്കാമോ? സബന, ഒരാള് വായിക്കും കേട്ടോ. Three to 4 years. Group objects such as food or clothes. Identifies colors. Uses most speech sounds but may distort some of the more difficult sounds such as I, R, S, sh, y, v, z, t,
These sounds may not be fully mastered until at age 7 or 8. Uses consonants in the beginning, middle, and ends of words. Some of the more difficult consonants may be distorted, but attempts to say them. Strangers are able to understand much of what is said, able to describe the use of objects such as fork or car, has fun with language, enjoys poems, and recognizes language absurdities such as is that an elephant on your head, expresses ideas and feelings rather than just talking about the world around him or her, uses verbs that end in ing such as walking or talking, answers simple questions such as what you do when you are hungry, repeat sentences. ചില വസ്തുക്കൾ ഫുഡ് ഡ്രസ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഈ ഡ്രസ്സ് മതി, ഈ ഫുഡ് മതി, ഈ സാധനം മതി എന്നൊക്കെ പറയാനുള്ള പ്രായമായി. കളേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ ഉള്ള ഏജ് ആണ്. പിന്നെ ചില സൗണ്ട് സ്പീച്ച് സൗണ്ട് ഒക്കെ വരും. IR അങ്ങനത്തെ സൗണ്ട്സ് ഒക്കെ വരും. പക്ഷേ കറക്റ്റ് ആയിരിക്കില്ല. 7 to 8 years ആവണ വരെ ആ സൗണ്ട് കറക്റ്റ് ആയിരിക്കില്ല എന്നാ. Uses consonants in the beginning, middle, and ends of some of the more difficult consonants. ചില കോൺസണന്റ് വേർഡ്സ് യൂസ് ചെയ്യും. പക്ഷേ അത് കറക്റ്റ് ആയിരിക്കില്ല എന്നാണോ? പറഞ്ഞോളൂ, കുഴപ്പമില്ല, പറഞ്ഞോ. Strangers are able to understand much. 3 to 4 years ആവുമ്പോ പുറത്തുനിന്ന് വന്നുള്ള ആൾക്കാർക്കും കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും കുട്ടികൾ സംസാരിക്കുന്നത്. പിന്നെ ചില വസ്തുക്കളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാറ്, ഫോക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മനസ്സിലാക്കാനുള്ള ഏജ് ആണ്. പിന്നെ ചില പാട്ടുകള്, പോയംസ് അങ്ങനത്തെ പാട്ടുകളൊക്കെ മനസ്സിലാക്കി എൻജോയ് ചെയ്യാൻ പറ്റും ഏജില്. പിന്നെ എക്സ്പ്രസ് ഐഡിയാസ് ചില അവർക്ക് ചില ഒരു കുഞ്ഞു കുഞ്ഞു ഐഡിയാസ്, സങ്കടം, ഫീലിങ്സ് അങ്ങനത്തെ ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഏജ് ആണ്. പിന്നെ ING യൂസ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും. വാക്കിംഗ്, ടോക്കിംഗ്. ആൻസർ സിമ്പിൾ. നമ്മള് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റണ ആൻസർ ആണ്. ഇപ്പൊ കുട്ടിക്ക് വിശക്കുണ്ടോന്ന് ചോദിച്ചാൽ വിശക്കുണ്ട് എന്നൊക്കെ പറയാനുള്ള ഏജ് ആയിരുന്നു. പിന്നെ നമ്മൾ പറയണ ചില സെന്റൻസ് കുട്ടിയും തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റണ ഏജ് ആണ്. ഓക്കെ, അപ്പൊ മതി. നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സൈൻ അപ്പ് ചെയ്യാം. ആരാ സൈൻ അപ്പ് ചെയ്യുന്നേ? സൈൻ അപ്പ് ചെയ്യുന്ന ആരാ? സോറി, ബിജി വി ജോൺ ആണ് ചെയ്യേണ്ടത്. പക്ഷെ വന്നിട്ടില്ല അല്ലേ? ഇല്ലാന്ന് തോന്നുന്നു മാം. ഇവരോടൊക്കെ ഫ്രൈഡേ ഞങ്ങള് ഈ ലിസ്റ്റ് ചെയ്തിട്ട്, ഞാനും പുഷ്രി ആയിരുന്നു കോർഡിനേറ്റേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡേ തന്നെ ആഫ്റ്റർനൂൺ എല്ലാ ഈ നെക്സ്റ്റ് ഫ്രൈഡേ വരെയുള്ള എല്ലാ ലിസ്റ്റും ചെയ്ത് എല്ലാവർക്കും കൊടുത്തതാ. ഗ്രൂപ്പിലൊരു 100 above ആൾക്കാരുണ്ട്. പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുറച്ച് ആൾക്കാർ ധന്യ, ഇപ്പൊ സിൽഷ അവരൊക്കെ ചെയ്തു. പക്ഷെ ബാക്കിയുള്ളവരോട് പറഞ്ഞതാ കൺവീനിയന്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയണമെന്ന്. പക്ഷെ ആരും ഇങ്ങോട്ടേക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോ ഞങ്ങൾക്ക് തോന്നുന്നു ഈ ഫ്രൈഡേ വരെ ഞാനും പുഷ്രി ഇത് തന്നെ പറയേണ്ടി വരും. ലാസ്റ്റ് വീക്കിലൊക്കെ ദിവ്യ സൂര്യൊക്കെ പേഴ്സണലി പോയിട്ട് മെസ്സേജ് ചെയ്ത് അങ്ങനെ അവരെ കൊണ്ട് അവളിങ്ങനെ ബെഗ് ചെയ്തിട്ടാണ് കുറെ ആൾക്കാർ ചെയ്തത്. പക്ഷെ ഇത് നല്ല ഒരു ഇതല്ലല്ലോ, എല്ലാരും മുന്നോട്ട് വരണല്ലോ. നമുക്കിപ്പോ ഈ 25 ആൾക്കാർ ഈ വീക്കിൽ പോയിട്ട് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ഇട്ടോണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ഇതിന് പറഞ്ഞവര് തന്നെയാണ് മാം എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്. വേറെ ആരും മുന്നോട്ട് വരുന്നില്ല. മാം ആരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം.
ഓക്കെ Good afternoon, ma'am and friends. I am happy to be here today and I appreciate your guidance and support, teacher. Thank you, ma'am, for this wonderful class. Thank you, ma'am and friends. ഞാൻ ടോപ്പിക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല, ഞാൻ പുറത്താ, അതുകൊണ്ട് ടോപ്പിക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, അതാ പറയാം. ഓക്കെ ഇത് എപ്പോഴും ഇല്ലേ കാര്യം തന്നെ മാം. ഞാൻ ആദ്യം കോർഡിനേറ്റർ ആയപ്പോ ഞാൻ ക്വിറ്റ് ചെയ്തതാ, ഞങ്ങക്ക് കയ്യാന്ന്. എപ്പോഴും ഇത് ബെഗ് ചെയ്യുന്ന പണി ഇത് ചെയ്ത് സൈൻ ഇൻ സൈൻ ഔട്ട് കാര്യം മുമ്പോട്ട് വരുന്നില്ല മാം. ഞാൻ തോട്ട് പറയാം, ഞാൻ ഇന്ന് പറഞ്ഞില്ലേ, മുന്നൊന്നും പറഞ്ഞില്ല തോട്ടെന്ന്. അപ്പൊ നമുക്ക് തോട്ട് തരുന്നില്ല, ബാക്കിയെല്ലാം തരൂ, ഇങ്ങനെല്ലാം സംസാരിക്കും. അപ്പൊ ഞമ്മ എന്താക്കി, എനക്ക് കയ്യാൻ പറഞ്ഞു. അപ്പൊ കുഞ്ഞി ചെറുതല്ലോ, അനക്ക് കയ്യാ, ഞാൻ വൈവാന്ന്, പിന്നെ ആര് വേണമെങ്കിൽ ചെയ്തോളി. അപ്പൊ എല്ലാരും ടീമായിട്ട് വീക്ക്ലി കോർഡിനേറ്റ് ആക്കാൻ പറഞ്ഞിട്ട് വീക്ക്ലി കോർഡിനേറ്റേഴ്സ് ആയി. ഇപ്പൊ വീക്ക്ലി കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഇതന്നെ പ്രശ്നമില്ലു മാം. മൊത്തത്തിൽ ഞമ്മ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യണം. അപ്പൊ അവരിൽ ബഗ്ഗാക്കണം, ആരും ഇല്ല നിമ്മ ചെയ്തോന്ന്. അപ്പൊ പറയും നമുക്ക് മറുപടി നല്ലിണ്ടാവില്ല. ഞാൻ ചെയ്യൂല പറയുന്നത് നിമക്ക് മനസ്സിലാവില്ലേ, എനക്ക് ചെയ്യാനാവുന്നില്ല, എനക്ക് ലാംഗ്വേജ് വരുന്നില്ല, എനക്ക് ചെയ്തിട്ട് അനുഭവം ഇല്ല, ഇങ്ങനെ പറയും. ഇങ്ങനത്തെ മറുപടി കിട്ടും നമുക്ക്. ഇതിപ്പോ ഇതന്നെ ഇല്ലു കംപ്ലൈന്റ്. പറയുന്നില്ല മാം, അതാണ് ഏറ്റവും വലിയ കഷ്ടം. അവരൊരു റീസൺ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരാളെ നമുക്ക് ഏൽപ്പിക്കാം, പക്ഷെ അതൊന്നും പറയുന്നില്ല. മാം പേര് കൊടുക്കും, പറയൂ ഇങ്ങനത്തെ ആള് നാളത്തതെന്ന്. ഓക്കേന്നുമില്ല, എന്തോന്നില്ല, ഇല്ലാന്ന് പറഞ്ഞെങ്കിൽ നെക്സ്റ്റ് ആൾക്ക് കൊടുക്കാം, അതും പറയൂല. ക്ലാസ് തുടങ്ങുന്നവരെ ഇനി റെസ്പോണ്ട് ഉണ്ടാവില്ല. ഇപ്പൊ ഓൾറെഡി 40 മെമ്പേഴ്സ് ഉണ്ടായി, ഇപ്പൊ ലെഫ്റ്റ് ആയി, പറയുമ്പോക്ക് ലെഫ്റ്റ് ആവും. പിന്നെ പറയൂ ഞമ്മ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യൂല എന്ന് പറയൂ. ബട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, കുറെ ആള് അറ്റൻഡ് ചെയ്യും, കുറെ ആൾ ചെയ്യൂല. അപ്പോ പറഞ്ഞു നിമ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞ് അന്നത്തെ ദിവസം പറയാലോ, ഇന്ന് അറ്റൻഡ് ചെയ്തെന്ന് അറിയുമ്പോക്ക് രാവിലെ പറയാലോ, ഞമ്മ സൈൻ ഇൻ സൈൻ ഔട്ട് ഞമ്മ ചെയ്തോളാം, അതും പറയൂല. ഇന്ന് സൈൻ ഇൻ ചെയ്യേണ്ട ഒരാള് പേര് പറയുന്നില്ല, അവര് ക്ലാസ്സിലുണ്ട് പക്ഷെ പറയുന്നില്ല അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ. എല്ലാവരും ക്ലാസ്സിൽ കയറുന്നുണ്ട്, പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഞങ്ങൾ 3 ദിവസം മുന്നേ ഇട്ടതല്ല, ഈ വീക്കിലെ മൊത്തത്തിലുള്ള ലിസ്റ്റ് നിങ്ങൾ ഇട്ടിട്ടുണ്ട്, പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ, പരിഹാരം കാണാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.